താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഞാൻ മറ്റേ കുളിക്കുന്ന ഫോട്ടോ ഒക്കെ അയച്ചാറല്ലേ ബീച്ചിൽ നിന്നിട്ട്. ഞാനവിടെ സ്ഥിരം കുളിക്കാൻ പോറുള്ളതാ. അങ്ങനെയൊക്കെ കുളിച്ചിട്ടാണ് കളറൊക്കെ പോകും. ഇനി നമുക്ക് ഒരുമിച്ച് പോലെ കല്യാണം കഴിഞ്ഞിട്ട്. അതിന് നിനക്ക് പാസ്പോർട്ട് വിസ ഉണ്ട്. വിസ ആ വിസ പേഴ്സിലുണ്ട്. വിസ മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ? എന്താ സാർ ഇംഗ്ലീഷിൽ എഴുതിയാലല്ലേ ക്രിസ്ത്യാനൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾക്ക് അർജന്റായിട്ട് പോകാനുണ്ട്. എങ്ങനെ പറയാം? ഞങ്ങൾക്ക് അർജന്റായിട്ട് പോകാനുണ്ട്. വി ഗോ അർജന്റ്. വി ചേർക്കുമ്പോൾ 6 ചേർക്കണ്ട പൊട്ടാ. വി അല്ലേ? വി ആർ ഗോ ഇതല്ലേ? അർജന്റ്. ഓക്കെ, അർജന്റ്. വെരി ക്വിക്ക്ലി, പെട്ടെന്ന്. വെരി മമ്മൂട്ടി എന്ന നടനെ പറ്റി പറയുമ്പോൾ സ്ട്രിക്റ്റ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് വെറുതെ ഞാൻ ഉച്ചക്ക് ബിരിയാണി സുരാജ് ചേട്ടാ, നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. Wow, Sunny Leone! Excellent! Sunny Leone. നീ പോടാ ഇറക്ക. ആദ്യം ശവം കണ്ടതാണ്. അത് നമ്മൾ തന്നെ. എടോ, തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താൻ കണ്ടത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മൾ തന്നെ. താനാണോടോ ഈ വിവരദോഷിയെ മോളിൽ കൊണ്ട് ആദ്യം ശവം കാണിച്ചത്? അതെ സാർ. പിന്നെ ഇയാളെങ്ങനെയാണോ പറയുന്നത് ഇയാളാണ് ആദ്യം ശവം കണ്ടതെന്ന്? അത് സത്യമാണ് സാർ. എന്ത് സത്യം? ആദ്യം കണ്ടത് കുഞ്ഞിക്കയാണ് സാർ. അല്ല സാർ, ഞാൻ അന്ധനാണ്. കുറച്ചാടുമ്പോഴാണ് നീ പറഞ്ഞത് നിന്റെ പേര് ജയരാമനാണ്. പെട്ടെന്ന് നീ ഇപ്പം നന്ദനായോ? എടോ, ഇവന്മാരൊക്കെ തട്ടിപ്പ് ഞാൻ അന്ധനാണ്. കണ്ണ് കാണാൻ പറ്റില്ല. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല സാർ. കണ്ണ് കാണാൻ പാടില്ലാത്ത നീ എങ്ങനെയാണ് പിന്നെ സംഭവം ആദ്യം കണ്ടത്? അതല്ലേ ഹിമാർ എന്നോട് പറഞ്ഞത് നമ്മൾ ആദ്യം കണ്ടത്. പേടിയുണ്ടോ മോൾക്ക്? ഇന്നലെ രാത്രി മോൾ ഏത് റൂമിലാ കിടന്നത്? ആ ആന്റിയോടെ പോണോ? അല്ല, രാവിലെ എണീറ്റപ്പോ എന്താ കണ്ടത്? എല്ലാവരും കണ്ടത്. എന്താ പേര്? വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലേ? വെരി ഗുഡ്. അത് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവുള്ളൂ. ഞങ്ങളുണ്ടടാ നിന്റെ കൂടെ. അതേടാ, സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും വലുത്. ഒരാഴ്ചയല്ല, വേണമെങ്കിൽ 1 മാസം നിനക്ക് വേണ്ടി ഇവിടെ നിൽക്കും. ഇവര് രണ്ടുപേരും. അപ്പൊ നീയാ? അയ്യോ, എനിക്ക് പോണം. അവിടെ പേഷ്യൻസ് ഒക്കെ എനിക്ക് വേണ്ടി. എന്ത് പേഷ്യൻസ്? പല്ലുവനക്കാരല്ലേ? സാരമില്ല, പല്ലുവന വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ? എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റ ഇടിച്ച് ഫ്രണ്ട് പല്ലില്. ന്യൂ ഇയർ ഒക്കെ ഇല്ലയോ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. എൻ്റെ ഈ കോഴി സ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ നല്ല കുട്ടിയാവാൻ പോവാ. ഒരുപാട് പെൺപിള്ളേരോട് അതിൽ മുഖം അറിയാത്ത ഒരുപാടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൈസ പറ്റിച്ചിട്ട് പോയിട്ടുമുണ്ട്. അത് വിട്.
എന്തായാലും ഇന്നു മുതൽ എല്ലാ പെൺകുട്ടികളും എൻ്റെ സഹോദരികളാണ്. എല്ലാവർക്കും ഈ സഹോദരൻ നന്നായതായിട്ട് മെസ്സേജ് അയക്കാൻ പോവാം. നോക്കിക്കോ. ഞാൻ മോളോട് എന്തെങ്കിലും തരത്തിലുള്ള കുൽസിതങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആങ്ങളയോട് ക്ഷമിക്കണം. ഇനി മുതൽ ഞാൻ മോളുടെ ആങ്ങളയായിരിക്കും. ആങ്ങള. ഈ കോഴി എന്തിനീ ഇപ്പൊ മെസ്സേജ് ഞാൻ മോളോട് എന്തെങ്കിലും തരത്തിലുള്ള കുൽസിതങ്ങൾ സംസാരിക്കും. ഈ ആങ്ങളയോട് ക്ഷമിക്കണം. പൈസക്ക് കുറച്ച് അത്യാവശ്യം വന്നപ്പോ പുതിയൊരു നമ്പർ എടുത്ത് ഇതെന്താ ഏത് സമയത്ത് എല്ലാവരും മണമെടുത്തുവാ കീറും. ട്രോഫിലാണ് കളർ തൂടിക്കണേ. ഇതോടെ പ്രൈസ് കൊടുക്കണ്ടല്ലേ? അല്ല ഗ്ലാസ് വേറെ ഇല്ല. ഗ്ലാസ് ഇവിടെ വെച്ചാണ് കാണാനില്ലെന്ന്. അല്ല ട്രോഫി കോപ്പ് ഒന്നൊഴുകി. ആഭാസംബാരിയുടെ 10ാം ദിവസം ശശികുമാർ ആറാട്ടൂടെ സ്പീക്കിംഗ്. ഇത് ഞാനാ കൃഷ്ണൻകുട്ടി. നിന്നെ പറ്റി ഒരു വിവരമില്ലല്ലോടാ. നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കണ്ണുതിരുവന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. അയാളുടെ അൽസറിനെ പറ്റി വെട്ടിപ്പോയി വെട്ടി ഒരു പട്ടിക്കുഞ്ഞിന് ചെന്നൈക്കാടിനെ ശരിക്ക് ക്ഷയിപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കേട്ടായിരിക്കും. Uncle, every happy family resembles each other. Each unhappy family is unhappy in its own way. Why Tolstoy said this? The question is very simple but not easy. എനിക്ക് കട വരെ പോകണം അത്യാവശ്യം. Uncle's favorite book. Favorite books, lot of books. Pumba Bam Kaikul. Oh. Pumba Bam Kaikul. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു മാതൃക അധ്യാപകനാവും. സുമേഷ് മാതൃക അധ്യാപകനാകാൻ പോകുന്നു. അതായത് ട്യൂഷന് പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നു. വിവരക്കേട് പഠിപ്പിക്കാൻ അതെനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ഇനി ഒന്നും അവനോട് പറയണ്ട. ആർക്കറിയാം അവന് ചിലപ്പോ ഒരു അധ്യാപകനാകാനായി പറയാൻ പറ്റും. എന്തോന്ന് അമ്മ പറയണേ. 6 ശമ്പളം എന്ന് പറഞ്ഞപ്പോ 6000 രൂപ എന്ന് പറഞ്ഞ ലക്ഷ്മിനെ കണ്ടപ്പോ അതല്ല നമ്മള് എടപ്പള്ളിയിലൊക്കെ വണ്ടി പോകുമ്പോഴേ മറ്റേ മൊബൈലൊക്കെ ചില്ലയിൽ ഒട്ടിക്കണ ഒരു സാധനമൊക്കെ ആയിട്ട് 2 പെണ്ണുങ്ങൾ വരില്ല. എന്റെ ഒരു കൂട്ടുകാരന് അബദ്ധം പറ്റി. അപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് വണ്ടി താമസിച്ചു പോയി. പ്രോഗ്രാമിന് വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം താമസിക്കും ആർട്ടിസ്റ്റുകൾ താമസിച്ചു. ഓരോരുത്തന്മാർ പ്രോഗ്രാം പിടിച്ചിട്ടുണ്ടല്ലോ. എടാ ഞാൻ ഇവിടെ കിട തീ തിന്നുവാ എന്നും പറഞ്ഞിട്ട് അപ്പം അപ്പുറം ചില്ലയിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു, പറിച്ചെടുത്തു. ഇപ്പുറത്തെ ചില്ലയിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു, പറിച്ചെടുത്തു. എല്ലാവരും ദേഷ്യപ്പെട്ട് നിൽക്കുക. ഇപ്പുറം കൊണ്ടുവന്ന് ഒട്ടിച്ചപ്പോട്ട് ചില്ലില്ലായിരുന്നു, അവന്റെ കവളത്തായി. ഞാൻ എല്ലാത്തിനും വിറപ്പിക്കും കത്തിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഇത്ര മിനിറ്റ് സാധനം ഇവിടെ അതിനിങ്ങനെ പരിചയ എപ്പിസോഡുണ്ടാണ് എന്റെ സങ്കടവും വിഷമൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കും. അടിപൊളി ബന്ധം അളിയൻ അങ്ങനെ എനിക്ക് സങ്കടപ്പെടുത്താം. അടിപ്പൊക്കെ വേണ്ട. ഞാനും അളിയനും വേണ്ട. ചേട്ടന് അടിച്ചില്ലല്ലോ ചേട്ടന്. ഞാനവിടെ കട്ടറമ്മാണോ ആരും അടിക്കുന്നില്ലല്ലോ. എൽസി കുറച്ച് വെള്ളം. അതറിഞ്ഞാ മതി. നാളെ ആയുധം കൈമാറിയതിനു ശേഷമാണ് ശരിക്കുള്ള മിഷൻ തുടങ്ങുക. എടി എൽസി, ചിലരുടെയൊക്കെ അവസാനത്തെ കളി. നമ്മുടെ ഈ മിഷൻ പൂർത്തീകരിക്കാൻ നീ മറക്കാതിരിക്കുക.
ജോസേട്ടൻ നിന്റെ അമ്മയ്ക്ക് പെണ്ണു നോക്കോ മോളെ. എന്ന് ഫിനാലെ കഴിയണ ഒന്ന് ഐസ്ക്രീം ആയിരുന്നു ഇവരുടെ ഓഫർ എന്ന് പറയണേ അല്ലേ? കഴിക്കില്ലായിരുന്ന അല്ല, അടിമാലിക്ക് ഐസ്ക്രീം കഴിച്ചാലേ പടം. അതെ, സ്റ്റേജിൽ എങ്ങനെ അവസാനം പാടി പാടി വായിക്കുന്ന ഐസ്ക്രീം വരും. അത് ദൊരേ പതയെന്നല്ലേ പറയണ? ഐസ്ക്രീമാന്ന് പറഞ്ഞ് ഇവിടുന്ന് തോണ്ടി തിന്നായിരുന്നു. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ പാടില്ല, മനസ്സിലായോ? ജാൻവിക്ക് ഈ വക തമാശയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പാട്ടിൽ നിന്നും കുട്ടിയുടെ കോൺസെൻട്രേഷൻ കളയാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആണിത്, മനസ്സിലായോ? അതിലൊന്നും വീഴരുത്. നമ്മള് കൂളാക്കണം മോള്. കൂളാക്കണേ. പിന്നെ തൊട്ട് നോക്കട്ടോ? വേണ്ട, തൊട്ട് നോക്കട്ടോ? അപ്പൂപ്പന് നല്ല ചുമയും ജലദോഷമൊക്കെ മക്കളെ. മരുന്ന് കഴിച്ചില്ലടാ മക്കളെ. അപ്പൂപ്പനൊന്നും മരുന്ന് തരാൻ ആരുമില്ല. നിന്റെ അമ്മമ്മയ്ക്ക് ഇപ്പൊ പശു എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ശരിയാച്ചാ, കണ്ണനെ ഒന്ന് കുളിപ്പിക്കാനോ ഫുഡ് കൊടുക്കാനോ പോലും അമ്മയ്ക്ക് നേരമില്ല. നമുക്ക് ലൈവ് അങ്ങ് വിട്ടേക്കാം. ആരും കാണുന്നില്ലല്ലോ. രാവിലെ വെള്ളയും ഇട്ട് ഇറങ്ങിയ തണ്ട ആള് വന്ന് പാടൂല്ലേ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാടാം കേട്ടോ. താണ്ട പാടൂല്ലേന്ന് ഒരാൾ ചോദിച്ചു. പാടൂലേന്നല്ല, പോടാ ഊളേന്ന്. കണ്ണിച്ചേട്ടോ ചക്കടാൻ കയറിയതാണോ? അല്ലടാ, തുണിയലക്കാൻ കയറിയതാ. ജനിച്ചപ്പോ തൊട്ട് ഞാൻ ഇങ്ങനെയാ, അല്ലാണ്ട് ഞാൻ ടി വി കയറിയിരിക്കും ചിരിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ആളല്ല. അതെനിക്ക് ഒരിക്കലും ആവാനും പറ്റില്ല. എനിക്ക് ഒരിക്കലും ഗായത്രി ആവാൻ പറ്റില്ല. ഗായത്രിക്ക് ഒരിക്കലും എന്നെ പോലെ ചീത്ത ക്യാരക്ടർ ആവാൻ. അപ്പൊ നമ്മള് പറയണ നീ നല്ല പറയൂല. എനിക്കൊരു കാര്യം പറയാം. ഐസായി പോയി. നീ ഐസായി പോയി. ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. നീ ഐസായി പോയി ഒരു പീസ് ഇട്ടാ ഞാനൊരു 1.5 അടിക്കട്ടെ. നീ വഴി കൂടെ പോണവരൊക്കെ നന്നാക്കാൻ നടക്കണം എന്തിനാ? ഇതിന്റെ ഇടയിൽ ഇയാൾ വന്ന എന്തിനാ ബൈക്ക് ചവിട്ടിട്ടത്? ഇവിടെ സത്യം പറഞ്ഞ എനിക്ക് ദേഷ്യം വന്നു. എന്റെ ടെമ്പർ തെറ്റി ഒറ്റ ചവിട്ടം കൊടുക്കും. നിന്റെ ടെമ്പർ തെറ്റി എപ്പോഴാന്നൊക്കെ എനിക്കറിയാം. Nothing right now. Let's go. What a pleasant surprise. Don't worry, I'm here. I'll manage. Okay, bye. കൈ വെക്ക്. കൈ വെക്കാനാ പറഞ്ഞ. നീ കയ്യിലുള്ള സിഗരറ്റ് ഒക്കെ തന്നെ. ഇത്ര ഉള്ളോ? കൈ ഇവിടെ കൊണ്ടു. കൈ ഇവിടെ വെക്ക്. ഇത്ര ഉള്ളോ? എന്താ? വേറെ ഉണ്ട്. എടുക്ക്. ഇതെന്താ ഇത് കൊള്ള സംഗീതം? പക്ഷെ നമുക്ക് ഈ പാട്ട് മാത്രമേ ഉള്ളൂ പാടാൻ. അല്ല, ക്രിസ്മസ് 25-ാം തീയതി അല്ലേ, ഡിസംബർ. അപ്പൊ പാട്ട് അല്ല, അതിനൊരു മാറ്റമില്ല. പല വർഷങ്ങളായിട്ട് ഒരു പാട്ട് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും അത് വന്നു. നമുക്ക് മാറ്റത്തിന് വേണ്ടിയിട്ട് ക്രിസ്മസ് കേക്കിന് വരെ ക്രിസ്മസ് പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുമോ? അത് പറ്റില്ല. എല്ലാത്തിനും ഒരു മാറ്റം അങ്ങനെ വരുത്താൻ പറ്റില്ല. കോമഡികൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. കണ്ടോ? കണ്ണാ, അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള അടി കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ വൈഫിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരത്തില്ല. പക്ഷെ എന്നെ ചൊറിയാൻ വന്ന അവൾ എന്റെ തനി കോണം കാണും. കേട്ടല്ലോ? കേട്ടോ? നല്ലത്. കല്യാണം കഴിക്കുമ്പോ ഉള്ള കാര്യമാ പറഞ്ഞത്. തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താ പോല തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി